SAP ഇന്ത്യയുടെ ലാർജസ്റ്റ് ട്രെയിനിങ് പാർട്ട്ണറായിട്ടുള്ള EMEയുടെ എൻഡ് യൂസർ പ്രോഗ്രാം ലൈസൻസും കോഴ്സും നടത്തിവരുന്ന ഓതറൈസ് സ്ഥാപനങ്ങളെ കുറിച്ച് അറിയാനായി എല്ലാവർക്കും താല്പര്യമുണ്ടാകും. SAP ഇന്ത്യ ലിസ്റ്റഡ് കസ്റ്റമർ ആയിട്ടുള്ള സ്ഥാപനങ്ങളെ ഈ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടുത്തുകയുമാണ്. SAP കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനും പാരൻസിനും ഇത് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. SAP പാർട്ട്ണർ ആയിട്ടുള്ള EMEയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മിസ്റ്റർ ജോണി ജോസഫ് സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഈ വീഡിയോയിലേക്ക്. വെൽക്കം സർ ഫോർ ദിസ് Q&A സെഷൻ. ഹായ് ജോണി സർ, SAPയുടെ എൻഡ് യൂസർ കോഴ്സുകൾ എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഷുവർ. നമുക്ക് SAP ഇന്ത്യ എന്നൊരു എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് ഒരു ഇൻഡസ്ട്രിയിലേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നൽകി വരുന്ന ഒരു ഓവർവ്യൂ ലെവൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ പ്രോഗ്രാം നമുക്കിതിനെ വേണം വിളിക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് ഒരു ഡെപ്ത്, ഒരു കൺസൾട്ടിങ് ലെവലുള്ള ഒരു ഡെപ്ത് വരുന്നില്ല, മറിച്ച് ഒരു ഓപ്പറേഷണൽ നോളജ് അല്ലെങ്കിൽ ഒരു യൂസർ ലെവലുള്ള നോളജ് കൊടുക്കാനാണ് ഈ ഇത്തരത്തിലൊരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യയിലാണ് കൂടുതലായിട്ടും ഉള്ളത്. ഇന്ന് SAP ഇന്ത്യ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് ഓതറൈസ്ഡ് സെൻറ്ററിലൂടെ കൊടുത്തു വരുന്നത്. സർ, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് SAP ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്, സൈൻ ബോർഡ്സ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും നല്ലൊരു കരിയർ ചൂസ് ചെയ്യണം എന്നുള്ള SAP കരിയർ ചൂസ് ചെയ്യണം എന്നുള്ള പേരൻസിന് എങ്ങനെയായിരിക്കും ചൂസ് ചെയ്യാൻ പറ്റുക? അവർക്ക് നല്ലൊരു സ്ഥാപനം എങ്ങനെയായിരിക്കും, ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നിങ്ങൾ പറഞ്ഞ പോലെ കന്യാകുമാരി ടു കാസർഗോഡ് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ധാരാളം SAPയുടെ ബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് SAP ഒരു 10 വർഷത്തോളമായിട്ട് എൻഡ് യൂസർ ലെവൽ ട്രെയിനിങ്ങുകൾ കൊടുത്തു വരുന്നുണ്ട്. പല രീതിയിലുള്ള ലൈസൻസുകളും പ്രോഗ്രാമുകളും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് SAPയുടെ ഒരുപാട് റൂളുകൾ മാറി. ഇപ്പോൾ SAP വെബ്സൈറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു കസ്റ്റമർക്ക് മാത്രമേ SAP ഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം കൊടുക്കാനും അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ അത് SAPയുടെ വെബ്സൈറ്റിൽ ഒരു കംപ്ലീറ്റ് ലിങ്കും ലിസ്റ്റും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോടൊപ്പം ആ ലിങ്ക് കൊടുക്കാം. അത് നമ്മുടെ എല്ലാ ഓഡിയൻസിനും ഉപകാരപ്രദമായിരിക്കും. SAP ഇന്ത്യയുടെ വെബ്സൈറ്റിൽ സെൻറ്ററുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ EMEയുടെ അണ്ടറിൽ വരുന്ന ലിസ്റ്റഡ് കസ്റ്റമേഴ്സിൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്യാമോ സർ? സോ ദാറ്റ് ഇറ്റ് കുഡ് ബി മോർ ഇൻഫോർമേറ്റീവ് ടു അവർ ഓഡിയൻസ് ടു. തീർച്ചയായും. അപ്പോൾ നമുക്ക് കേരളത്തിന് വെളിയിലും കേരളത്തിനുള്ളിലുമായിട്ട് ധാരാളം ഓതറൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ SAP ലിങ്കിൽ നിന്ന് നമുക്കത് കിട്ടുമെങ്കിൽ നമുക്ക് കുറച്ച് ആളുകളെ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് കേരളത്തിലുള്ളവരെ എടുത്ത് പറയുമ്പോൾ ആക്റ്റീവ് എഡ്യൂ ടെക്നോളജീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, അവർ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. എൻട്രി സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എറണാകുളം തന്നെയാണ്. അതുപോലെ SMEC ഓട്ടോമേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എറണാകുളത്തുള്ള സെൻ്ററാണ്. കോക്കോനട്ട് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ള സെൻ്ററാണ്. കത്തോലിക്കേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് മൾട്ടിമീഡിയ സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ CICMS എന്ന് അറിയപ്പെടുന്ന പത്തനംതിട്ട ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എറണാകുളം ബേസ്ഡ് ആണ്. ഫിൻപ്രോവ് they have many branches and Ernakulam also they have a branch. Finishing School India Private Limited വൈറ്റില എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെൻ്ററാണ്. ലേൺടെക് IT അക്കാഡമി പാലക്കാട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ്. അക്കൗണ്ട് സൊല്യൂഷൻ പെരിന്തൽമണ്ണ, അവർ മലബാർ റീജിയനാണ്. പിന്നെ നമുക്ക് ഔട്ട്സൈഡ് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ JIMS എന്ന് പറയുന്നൊരു സെൻറ്റർ ന്യൂഡൽഹി, അതൊരു കോളേജാണ്. പിന്നെ NICT കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ they have many centers in Bangalore. ശ്രീനിവാസ അക്കാഡമി they have also many centers in Chennai based. അപ്പം ഇത്രയും സെൻറ്റേഴ്സാണ് ഇന്ന് EMEയുടെ അണ്ടറിൽ നിന്നും ലൈസൻസ് എടുത്തിട്ട് ഓൾ ഇന്ത്യയിൽ നമുക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു വരുന്നത്. അപ്പോൾ എല്ലാ സെൻറ്റേഴ്സിനും എൻ്റെ പ്രത്യേക ഒരു ബെസ്റ്റ് വിഷസും കൂടി ഇവിടെ അറിയിക്കുന്നു. എല്ലാവരുടെയും സ്റ്റഡി സെൻറ്ററുകളിൽ ധാരാളമായിട്ട് കുട്ടികൾ ഓതൻറ്റിക്കായിട്ട് ഈ ഒരു പ്രോഗ്രാം പഠിക്കട്ടെ എന്ന് ആശിക്കുന്നു. താങ്ക് യു. ഈ വീഡിയോയിലൂടെ SAPയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സെൻറ്ററുകൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.